ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ തമ്മിൽ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾ ആകെ പെട്ട് ഇപ്പോൾ ഞങ്ങൾ റൂം മാറിയിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളിപ്പോൾ വേറെ റൂമിലാണ് ഇരിക്കുന്നത്. ഞങ്ങളെ പഴയ റൂം മാറിയിട്ട് പുതിയ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ നാട്ടിലേക്ക് പോയി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് നാട്ടിലേക്ക് പോയി വന്ന വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മാറുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് കാരണം എനിക്ക് അതൊന്നും എഡിറ്റ് ചെയ്ത് ശരിക്കുമ്പോൾ ഇടാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ പുതിയ വിശേഷം പറയാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് റൂമിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഞങ്ങൾ ഇറക്കി വിട്ട് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞങ്ങൾ ഇറങ്ങി പോകുന്നതാണ്. അവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കൊടുക്കുന്ന പൈസേൻ്റെ അത്ര ഫെസിലിറ്റീസ് അവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും അതൊരു 2 കിലോമീറ്റർ ദൂരത്താണ് ഇരിക്കുന്നത്. അവിടെ ഞങ്ങൾ നടക്കണം. അപ്പോൾ ഞങ്ങൾ എന്തിനാണ് നടന്നിട്ട് ഞങ്ങൾക്ക് കൊടുക്കുന്ന പൈസക്കുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്ത സ്ഥലത്ത് നിൽക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഭാഗത്തേക്ക് വന്നത് കേട്ടോ. ഇവിടെ ഇതേപോലെ തന്നെ സെയിം നടക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ കൊടുക്കുന്ന പൈസക്ക് ഫെസിലിറ്റീസ് കൂടുതലുള്ള സ്ഥലത്ത് വന്ന് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു റൂം എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റെൻറ്റും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ ഹോം ടൂർ പോലത്തെ ഇത് ഒരു വീട് പോലെയാണ് കേട്ടോ. 2 നിലയുള്ള വീടാണ്. അടിയിലൊരു ഫാമിലിയാണ് നിൽക്കുന്നത്, മേലെ ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ആംബിയൻസും റൂമും എല്ലാതൊക്കെ കൂടിയിട്ടുള്ള ഒരു ഹോം ടൂർ പോലത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ മാറിയൊരു വിശേഷം പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങൾ ആ റൂമിൽ നിന്ന് മാറിയപ്പോൾ ഇന്നലെയാണ് മാറിയത്. ഇന്ന് മാറിയതിൻ്റെ 2ാമത്തെ ദിവസമാണ്. ഞങ്ങൾ ഈ റൂം കണ്ടെത്താൻ വേണ്ടി കുറച്ചൊന്ന് അലഞ്ഞു. 2-3 ദിവസത്തോളം ഞങ്ങൾ അലഞ്ഞു. അവിടുന്ന് പിന്നെ പെട്ടെന്ന് സ്പോട്ടിൽ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സമയമായി. ഞങ്ങൾ ഇറങ്ങാൻ ഡേറ്റ് ആയപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് മാറിയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ആദ്യം പോലും കെട്ടിപ്പടുത്തുണ്ടാക്കിയിട്ട് വേണം. ഞങ്ങൾക്ക് ചട്ടിയും പാത്രം, ഒരു ചായപാത്രം പോലത്തെ വാൽപാത്രം പോലത്തെ പാത്രം മാത്രമേ ഉള്ളൂ. പിന്നെ കപ്പുകൾ, പ്ലേറ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ അച്ചാർ അങ്ങനത്തെ സാധനങ്ങൾ മാത്രമാണ്. അപ്പോൾ മെയിൻ സാധനങ്ങളില്ല, അതിൻ്റെ സൈഡ് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ മെയിൻ സാധനമൊക്കെ മേടിച്ചുണ്ടാക്കണം. അപ്പോൾ അതിന് എല്ലാതും കൂടി സംഭവം സെറ്റായിട്ടില്ല, പൈസ ഒന്നും സെറ്റായിട്ട് വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ലാഗിങ്ങിൻ്റെ പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾ മാറേണ്ട ഒരു മന്ദപ്പിൽ ഇപ്പോഴും ആ ഒരു ബോധം വെച്ചിട്ടില്ല. ഞങ്ങൾ വേറെ വീട്ടിലാണല്ലോ, ഇങ്ങനൊരു സംഭവം വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ മാറി ഗൈസ്, അതാണ് പറയാൻ വേണ്ടി വന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വൃത്തിയാക്കുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ആദ്യം കാണിച്ചിട്ട് അത് കണ്ടിട്ട് വരും, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. ആദ്യം തന്നെ ഡ്രസ്സാണ് കേട്ടോ എടുത്തു വെക്കുന്നത്. പെട്ടി തുറന്ന് ഡ്രസ്സ് എടുത്തു വെക്കാൻ നേരത്താണ് ഞാൻ അങ്ങനെ ആലോചിക്കുന്നത്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആകെ 2-3 ഡ്രസ്സ് കൊടുത്തിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ റൂം മാറുക എന്ന് പറയുമ്പോൾ പെട്ടി കെട്ടുന്ന സമയത്ത് ഒരു ലോഡ് ഡ്രസ്സുകൾ, എല്ലാവർക്കും അതന്നെ പ്രശ്നം കേട്ടോ. എല്ലാവർക്കും വന്നതിനേക്കാൾ കൂടുതലാട്ടോ ഇവിടുന്ന് ഒന്ന് പോണ സമയത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ അതൊക്കെ എടുത്തൊക്കെ കുറച്ച് പണിയുണ്ടായിരുന്നു. കാരണം ഡ്രസ്സുകൾ കുറച്ചൊക്കെ ഉണക്കിയിട്ടത് അടിയിലുണ്ടായിരുന്നു, പിന്നെ എടുത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കുറേ ഉള്ളിൽ ഷെൽഫിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടിയിൽ കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. പിന്നെ യൂണിഫോമുകളൊക്കെ എടുത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ റൂമിൽ നിന്ന് ഇങ്ങനെ പോകുമെന്ന് വിചാരിച്ചിട്ടില്ലല്ലോ, പക്ഷെ വെരി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഈ ഒരു ഇറങ്ങിപ്പോക്ക്. പാക്കിങ് കഴിഞ്ഞായിരുന്നു. നല്ല കറക്റ്റ്. അനഗു നിൻ്റെതോ ഒരു ബാഗ്, വേറൊരു ബാഗ്, ഇത്രയും സാധനം എടുത്തേക്കാൻ ഇതൊക്കെ എവിടെ വെക്കൂ? ഇത് അപർണന്റെ 2 ബാഗ് വരാം. പാക്കിങ് കഴിഞ്ഞ് ഇരിക്കുള്ളൂ. അപ്പൊ ആ ബാഗും കൂടി ഉള്ളു അല്ലേ? എന്നോട് അടിച്ചു തരാൻ പറഞ്ഞോ? ഇനി അടിച്ചു തരാൻ തുടങ്ങണോ? ഇടിച്ചു വെക്കുമോളെ. ഇന്റെ പാക്കിങ് ഒക്കെ അതൊന്നും നിറയണം തീരണ തന്നെയല്ല. അതൊക്കെ എവിടെ വെക്കും ഞാന്? അതിന്റെ കൂടെ ബൊമ്മ മാറി. ആനക്കുട്ടി എവിടെ? അതൊക്കെ ഓട്ടോറിക്ഷന്റെ ബാഗ് കണ്ട് എറിയ, അതേ നടക്കുള്ളൂ. എടുത്ത് വെച്ചുകൂടി ഗൈസിന്. ഇതൊക്കെ അടിച്ചു വാരി കൊടുത്തിട്ട് വേണം പോവാൻ. എന്തോരം ചെരുപ്പുകളാ, ഇഷ്ടം പോലെ ചെരുപ്പുകൾ തന്നെ ഉണ്ട്. ആകെ 4 കാലമുള്ള 4-5 ചെരുപ്പ്. ഇവള് ശരിയല്ല. ആ പറഞ്ഞ ആൾ അതിലേറെ ശരിയല്ല. ഒരു കാര്യം പറഞ്ഞ അവൾക്ക് ഉത്തരവാദിത്തം ഇല്ല ഗൈസ്. TFSന്റെ ടാഗ് ഏതോ ഒരു കൊണ്ടയച്ചിട്ട് ഓള് കാണാനില്ലാന്നിട്ട് കുറ്റം പറയാം. അതിനൊക്കെ 4 ദിവസം മുമ്പ് ഞാൻ നിന്നോട് പറഞ്ഞു ഞാൻ ആ ബാഗ് വെക്കുന്നുണ്ടല്ലോ. അത് ഇറക്കി കൊടുത്തപ്പോഴേ ഗൈസ് എന്റെ സീൻ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പാവങ്ങൾ കഷ്ടപ്പെട്ടു. അടുത്ത ബാഗ്. അതിലൊന്നും ഇല്ലല്ലോ. ആ ഓക്കെ എടുത്ത ഡ്രസ്സൊക്കെ എങ്ങനെയൊക്കെയോ കുത്തിക്കയറ്റി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക്
ഇതിൻ്റെ ഉള്ളിൽ ഞാൻ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് പിന്നെ എടുത്തേക്കേണ്ട, അത് പിന്നെ എടുത്ത് വെക്കണമല്ലോ. അപ്പോൾ എനിക്ക് ടോട്ടൽ 3 ബാഗ് ഉണ്ടായിരുന്നു. ഒരു സൈഡ് ബാഗ് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ റോസ് ബാഗ്, പിന്നെ ഈ പെട്ടി കേട്ടോ. അപ്പോൾ ഈ പെട്ടിയിൽ ഞാൻ പറഞ്ഞില്ലേ കുറേ കുപ്പായങ്ങൾ ഉണ്ടായിരുന്നു. അത് ഞാൻ അങ്ങനെയൊക്കെ കുത്തിക്കയറ്റി ഇവിടെ കൂട്ടിയിട്ട് അടച്ചിട്ടു. ഞങ്ങളെല്ലാം കൂടി പാക്ക് ചെയ്തപ്പോൾ ഇത് എത്ര വണ്ടിക്ക് കൊള്ളുമെന്ന് ഞങ്ങൾക്കൊരു പിടുത്തമല്ല. എത്ര വണ്ടിക്ക് നമ്മൾ കൊള്ളി? ഓ, അതിൻ്റെ ഇടയിൽ കൂടി ഓളെ ആത്മാർത്ഥയൊക്കെ സ്കിൻ കെയർ ചെയ്യാൻ ആ ഞങ്ങൾ എത്ര വണ്ടി കൊള്ളിക്കും അറിയില്ല. അപ്പുറത്തെ ഇവിടെ ഉണ്ടോ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടേ. ആനക്ക് ഒരു ചെറിയ സ്ഥലമൊക്കെ പോരെ. എൻ്റെ ട്രൈപോഡ് അളകെ പൊട്ടിച്ചിരിക്കുന്നത്. അളകെയാണെങ്കിൽ മാറും എപ്പോഴും. ഞങ്ങൾ ഇറങ്ങുകയാണ് ഗൈസ്. ഞങ്ങളെ റൂം എങ്ങനെയാണ് തന്നെ അതേപോലെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെയും വൃത്തിയാക്കി, ഞാൻ അവിടെ പോയിട്ട് അവിടെയും വൃത്തിയാക്കി. ആണോ? അപ്പൊ അവിടെ വൃത്തിയാക്കണ്ട. അപ്പൊ ഞങ്ങൾ ഇന്ന് തന്നെ അവിടെ പോകുന്നു. നാളെ മുതൽ ജോലിക്ക് കയറുന്നു. എനിക്ക് നാളെ മോർണിംഗ് ബസ് നൈറ്റാണ്. ഞങ്ങൾ ഇറങ്ങട്ടെ ഗൈസ്. ഇനി ആപ്പ വിളിക്കണോ, ഗുഡ്സ് വിളിക്കണോ, ലോറി വിളിക്കണോ എന്നറിയില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ചിറങ്ങട്ടെ. ഞങ്ങൾക്ക് റൂം കിട്ടിയപ്പോൾ ഈ അവസ്ഥയിലെന്ന് ഗൈസ് അതേപോലെ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഞങ്ങളല്ലാതെ അങ്ങനെ താഴത്തേക്ക് ഇറക്കി എല്ലാം പട്ടി കിതക്കണ പോലെ കിതക്കുണ്ട്. ഉണ്ടോ? അത് അരി 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 ഞങ്ങളുടെ അന്നദേതാ ഇവിടെ വെക്കൂ. ഞങ്ങളെല്ലാം തീർന്നു ഗൈസ്. പാവടാ ഇങ്ങോട്ടോ ഒക്കെ ഗൈസ്. ഞങ്ങളുടെ റൂമിലാണ് സാധനങ്ങളാണിത്. ഇതെങ്ങനെയാണ് ആ റൂമിൽ കൊണ്ടുവന്നത്? കിടില ഗൈസ്. ഞങ്ങൾ വഴിയാധാരമായിട്ടിരിക്കുകയാണ് ഗൈസ്. എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. ഓട്ടോ കിട്ടാതെ പാവം തലയും കണ്ണൊക്കെ വേനിക്കുന്നുണ്ട്. എന്താ അറിയില്ല, കണ്ണു പൊക്കാൻ തന്നെ വെക്കണില്ല. കണ്ണടഞ്ഞടഞ്ഞടഞ്ഞു പോവാ. ഞങ്ങളൊക്കെ ഇരിക്കുന്ന മോന്ത കാണുന്ന ഫോട്ടോയോ അയച്ചുതരാം. ഞങ്ങൾ പോവാണ് ഗായ്സ്. അവരൊക്കെ ഞങ്ങൾ ഓട്ടോയിൽ പറഞ്ഞിട്ട് ഗായ്സ് അങ്ങനെ റൂമിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങൾ രണ്ടാൾക്കാർ റൂമാണ് കേട്ടത്. പിന്നെ അപ്പുറത്ത് വേറെ റൂമുണ്ട്. ഞാൻ കാണിച്ചു തരാം റൂമുകളൊക്കെ എങ്ങനെ ഇരിക്കണമെന്ന് കാണിച്ചു തരാം. ഉള്ളിൽ ഇങ്ങനെ 2 റൂമുണ്ട് കേട്ടോ. 2 റൂമിൽ ഞങ്ങൾ 4 ആൾക്കാരാണല്ലോ. അപ്പോൾ ഒരു റൂമിൽ 2 അങ്ങനെ ഭാഗമാക്കിയിട്ട് കിടക്കാം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഹോം ടൂർ പോലെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് തല നനച്ച് കുളിച്ചിട്ട് വരാം. നല്ല കുളിക്കാൻ പൂതിയാവുന്നുണ്ട്. അപ്പം നമുക്ക് കുളിച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ നിങ്ങൾ ആ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ. ഞാൻ കുളി കഴിഞ്ഞിട്ട് വരാം ഗൈസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നിട്ടില്ല. പിന്നെ ഓരോ പരിപാടികൾ അങ്ങനെ പോയിട്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇത് ഞാനിപ്പോൾ എൻ്റെ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ മോർണിംഗ് ഷിഫ്റ്റിൽ പോയി വന്ന് വൈകുന്നേരം ആയപ്പോൾ വന്നിക്കുകയാണ്. അങ്ങനെ വന്നിരുന്നിട്ടാണ് ഇപ്പോൾ ഈ വർത്താനം പറഞ്ഞത്. ഞാനിപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ പാസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഹോം ടൂറും എല്ലാ കാര്യങ്ങളും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇടാം. ഞങ്ങൾ മുമ്പ് നിന്ന വീട് ഓക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് അടിയത്തെ ആൾക്കാരായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. അടിയത്തെ ആൾക്കാരായിട്ട് മീൻസ് അവിടെ ഒരു അച്ഛനും അമ്മയാണുള്ളത്. അവർക്ക് ഞങ്ങൾ വലിയ കാര്യം ഞങ്ങൾക്ക് ഓരോ സാധനങ്ങൾ ചെയ്തൊക്കെ ചെയ്തിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങളെ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന റൂം തരുന്ന ഓണറല്ല, ആ റൂമിൻ്റെ ഓണറല്ല, ബ്രോക്കർ ഉണ്ട് അവരുടെ കൂടെ റൂമുകൾ കൊടുക്കണേ. അവരോട് ഞങ്ങൾ പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അവർ ചെയ്തു തന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ അത്രയും പൈസ കൊടുത്ത് നിൽക്കണേന് ഇവിടെ റോഡ് സൈഡായ കാരണം കൊണ്ട് നല്ല സൗണ്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത്രയും പൈസ കൊടുത്ത് നിൽക്കണതിന് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ മാറിയത്. അപ്പോൾ ഇത് ഞങ്ങൾ കുറച്ചുകൂടി ദൂരം ഉണ്ടോയെന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ദൂരമില്ല എന്നാണ് നടന്ന ആൾക്കാർ പറഞ്ഞത്. എനിക്ക് സ്കൂട്ടി ഉണ്ടാവുന്നത് കുഴപ്പമില്ല, ഞാൻ നടക്കുന്ന ആൾക്കാരെ കാര്യം ആലോചിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ റൂമൊക്കെ മാറി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സെറ്റായി വരുന്നു. കൂടുതലായിട്ട് അങ്ങോട്ട് സെറ്റായിട്ടില്ല, കുറച്ച് സെറ്റായിട്ടുള്ളൂ. അങ്ങോട്ട് നമുക്കൊന്ന് ശരിയായിട്ട് വരണമല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് പഠിച്ച് കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ഒന്ന് വരണം. ഞാൻ എൻ്റെ സ്കൂട്ടി എടുത്തിട്ട് ഇന്ന് പോയപ്പോൾ എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. വഴി മാറിയാലേക്ക് പെട്ടെന്നൊരു വഴി കണ്ടാൽ മനസ്സിലാവില്ല. 2-3 വട്ടെങ്കിലും ആ വഴി കാണണം. അപ്പോൾ ഞാൻ ഇന്ന് പോയത് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടായിരുന്നു. ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അതങ്ങോട്ട് സ്മൂത്താവും, നമ്മളെ കയ്യിലോട്ട് വഴങ്ങും അത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ
എനിക്കിങ്ങോട്ട് മാറണത് ആലോചിക്കുമ്പോൾ ഒരു ടെൻഷൻ അധികം. കാരണം 2 മാസമായിട്ട് ഞാൻ ആ ഒരു റൂട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന കാരണം എനിക്ക് കറക്റ്റ് അറിയാം എങ്ങനെ എന്താണെന്നൊക്കെയുള്ള കാരണം അറിയണ കാരണം കൊണ്ട് അത് സ്മൂത്തായിട്ട് പോകുന്നു. അപ്പോൾ ഇത് എങ്ങനെ എന്താണെന്ന് അറിയാത്ത കാരണം കൊണ്ട് ഞാൻ എങ്ങനെ പോരുന്നൊക്കെ ആലോചിച്ചിട്ട് ടെൻഷൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല. നമ്മൾ ഏതൊരു സിറ്റുവേഷനിൽ അത്യാവശ്യം നല്ല സ്കൂട്ടി ഓടിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ഇൻഫോർമേഷൻ എല്ലാവർക്കും പെട്ടെന്ന് പാസ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഓടി വന്നതാണ് കേട്ടോ. ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് എൻ്റെ കണ്ണൊന്നും വീഴാതിരിക്കുന്നത്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കിടന്നുറങ്ങി നീക്കണം. കിടന്നുറങ്ങി നീറ്റ് ഒന്നുകൂടി കിടന്നുറങ്ങി നീക്കുമ്പോൾ ജോലിക്ക് പോകാനുള്ള സമയമാവും. ഇപ്പം അത് മാത്രമേ ഞാൻ അറിയുള്ളൂ. ഉറങ്ങാൻ നീക്കുക, ജോലിക്ക് പോവുക, വരിക, ഉറങ്ങാൻ നീക്കുക, അത് മാത്രമേ ഞാൻ അറിയണുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീടിൻ്റെ ഒക്കെ കുറച്ച് വിശദമായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.